മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ചാപ്റ്റർ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലെ. സോ ആ ചാപ്റ്ററിലെ ടോപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ആരും വീഡിയോ സ്കിപ്പ് ആക്കാണ്ട് എല്ലാവരും കറക്റ്റ് ആയിട്ട് മുഴുവനായിട്ട് കാണുക. നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ഡിഫൈൻ ഇസഡ് ഇസഡ് എക്സ് വൈ ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. നമ്മളോട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. സോറി, ഡിഫൈൻ അല്ല, ഡിഫറൻഷിയേറ്റ് ആണ്. നമുക്ക് ഇതിനെപ്പറ്റി അറിയുന്ന കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ തന്നെ അത് എന്തായിട്ട് മാറും? ഡിഫറൻസ് ആയിട്ട് മാറും. സോ ആദ്യം തന്നെ ഞാനിവിടെ എക്സ് 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 വൈ ടൈപ്പ് എന്ന് കൊടുത്തു. ഇവിടെയാണെങ്കിൽ ഇസഡ് 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 ഡബ്ല്യു ടൈപ്പ് എന്ന് കൊടുത്തു. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ മെയിൽസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ എക്സ് വൈ എന്ന് പറഞ്ഞാൽ, ഇവിടെ ആരാണ്? ഫീമെയിൽ ആണ് എന്തെന്ന് പറഞ്ഞാൽ എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ. ഇനി ഈ കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ മെയിൽ ആണ് ഇസഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ, ഫീമെയിൽ ആണ് ഇവിടെ എന്തെന്ന് പറഞ്ഞാൽ ഇസഡ് ഡബ്ല്യു. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മെയിലിനാണ് 2 ടൈപ്സ് ഓഫ് ഗമേറ്റ്സ് ഉള്ളത് അല്ലെ. സോ ഇവിടെ എന്താണ് ഇവർ കാണിക്കുന്നത്? മെയിൽ ഹെറ്ററോഗമേറ്റി ആണ് കാണിക്കുന്നത്. കാര്യം മെയിലാണ് 2 ടൈപ്സ് ഓഫ് ഗമേറ്റ്സ് ഫോം ചെയ്യുന്നത്. ഇനി ഇപ്പുറത്തെ കേസിൽ നോക്കുകയാണെങ്കിലോ അവരെന്താണ്? യെസ്, ഫീമെയിൽ ഹെറ്ററോഗമേറ്റി ആണ് കാണിക്കുന്നത്. ഓക്കെ അല്ലേ, ഫീമെയിൽ ഹെറ്ററോഗമേറ്റി ആണ് കാണിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ. ഇനി ഞാൻ ലാസ്റ്റ് ആയിട്ട് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എക്സാമ്പിൾ എഴുതാൻ വേണ്ടി പോവാ. എക്സ് 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 വൈക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒന്ന് നമ്മുടെ ഹ്യൂമൻ, അതേപോലെ നമ്മുടെ ഡ്രോസോഫിലയാണ്. ഇനി ഇസഡ് 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 ഡബ്ല്യൂക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ആരെയാടാ? യെസ്, നമ്മുടെ ബേർഡ്സിനെയാണ് എക്സാമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ അറിയുന്ന കാര്യങ്ങൾ എഴുതി കഴിഞ്ഞപ്പോൾ അത് തന്നെ എന്തായിട്ട് മാറി? ഡിഫറൻസ് ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, എ കാരിയോടൈപ്പ് ഓഫ് ഹ്യൂമൻ സഫറിംഗ് ഫ്രം എ സർട്ടൻ ഡിസോർഡർ ഇസ് ഗിവൺ ബിലോ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നോർമൽ ആണ്, പക്ഷെ അഡീഷണൽ ആയിട്ട് ഒരു എക്സ് ക്രോമസോം വരുന്നുണ്ട് അല്ലെ. സോ ആ ഡിസോർഡറിന്റെ പേര് നമുക്ക് അറിയുന്നത് തന്നെയാണ്. ദാറ്റ് ഈസ് ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അതായത് മെയിലിൽ കാണപ്പെടുന്ന ഒരു ഡിസോർഡർ ആണ് ഇതെന്ന് പറഞ്ഞാൽ. അതിന്റെ സിംറ്റംസ് എന്താണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. സിംറ്റംസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഈ മെയിൽസ് എന്ന് വെച്ചാൽ ദേ ആർ സ്റ്റെറൈൽ ആയിരിക്കും. അതേപോലെ തന്നെ അവർക്ക് എന്താണ്? ഗൈനക്കോമാസ്റ്റിയ നമുക്ക് എഴുതാം അല്ലെ. ഗൈനക്കോമാസ്റ്റിയ എഴുതാം. പിന്നെന്താണ്? ഓവറോൾ ആയിട്ട് എന്താണ്? ഒരു മാസ്കുലൈൻ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവും. ഗൈനക്കോമാസ്റ്റിയയുടെ നമുക്ക് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ഇൻ മെയിൽസ് എന്ന് കൊടുക്കാം. ഇതെല്ലാം ഇവരുടെ. അതേപോലെ എന്താണ്? ഇവർക്ക് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒക്കെ ലാക്ക് ചെയ്യും അല്ലെ. എന്ന് വെച്ചാൽ ഫെമിനിൻ ടച്ച് ഉള്ള ക്യാരക്ടേഴ്സ് വരും. ഒരു എക്സ് ക്രോമസോം അഡീഷണൽ ആണ് വരുന്നത്. ഇനി ഗിവ് റീസൺ ഫോർ സച്ച് ഡിസോർഡർ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്താണ് എഴുതേണ്ടത്? അഡീഷണൽ കോപ്പി ഓഫ് എക്സ് ക്രോമസോം എന്ന് നമുക്ക് കൊടുക്കാം. അതായത് നോർമലി യെസ്, മെയിൽസിന്റെ കേസിൽ നമുക്കറിയാം ഒരു എക്സും വൈയും ആണ് ഉണ്ടാവുക അല്ലെ. പക്ഷെ ഈ കേസിൽ എന്താണ്? അഡീഷണൽ ആയിട്ട് ഒരു എക്സും കൂടി വന്നിട്ടുണ്ട്. സോ അതാണ് അഡീഷണൽ കോപ്പി ഓഫ് എക്സ് ക്രോമസോം അതിന്റെ റീസൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. എ മാൻ വിത്ത് എ ബ്ലഡ് ഗ്രൂപ്പ് മാരീസ് എ വുമൺ വിത്ത് ബി ബ്ലഡ് ഗ്രൂപ്പ്. ഇങ്ങനെയുള്ള ബ്ലഡ് ഗ്രൂപ്പിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഹെട്രോ സൈഗോട്ടിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കാം. ഹോമോ സൈഗോട്ടിക് ആയിട്ടുള്ള എടുക്കരുത്. അതായത് എപ്പോഴും ഡിഫറെന്റ് അലീൽസുകൾ എടുത്തിട്ട് മാത്രമേ നിങ്ങൾ പ്രോബ്ലം ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകും. അതാണ് നിങ്ങൾ കീ ആയിട്ട് ഒരു സംഭവം, ഒരു കീ ഐഡിയ എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം. അപ്പം മാൻ വിത്ത് എ ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ദാറ്റ് ഈസ് ഐ ആണ് ഇവിടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ, IB I ആണ് ഇവിടെ അമ്മ എന്ന് പറഞ്ഞാൽ. സോ നമ്മൾ ഇവരുടെ ഗ്യാമേറ്റുകളെ എഴുതാൻ വേണ്ടി പോവാണ്. അച്ഛന്റെ ഗ്യാമേറ്റ് എന്ന് പറഞ്ഞാൽ IA, അതേപോലെ I വന്നിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ അത് IB വന്നിട്ടുണ്ട് ആൻഡ് I വന്നിട്ടുണ്ട്. സോ നമ്മൾ ക്രോസ് ചെയ്ത് എഴുതി കഴിയുമ്പോൾ നമ്മൾ ഇതേപോലെയുള്ള പനറ്റ് സ്ക്വയർ വരയ്ക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ട് നമ്മൾ ക്രോസ് ചെയ്ത് എഴുതാൻ വേണ്ടി പോവാണ്. യെസ്, അപ്പം IA ഞാനിവിടെ കൊടുത്തു, I കൊടുത്തു. ദെൻ എന്താണ്? അല്ലെങ്കിൽ ഇവിടെ തിരിച്ചെഴുതാം കേട്ടോ. ഇതിനെ ഞാൻ മാറ്റാണ്, IB ആക്കാൻ വേണ്ടി പോവാം. യെസ്, IB കൊടുത്തു. സോ ഇവിടെ വരുന്നത് IA IB എന്ന് വന്നു. ആൻഡ് ദെൻ എന്താണ്? IA I എന്ന് വന്നു, IB I എന്ന് വന്നു, ആൻഡ് ദെൻ I എന്ന് വന്നു. ഇനി ഞാൻ എഴുതാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ പോസിബിൾ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ്സ് ഏതാണെന്നാണ് ഞാൻ എഴുതാൻ വേണ്ടി പോകുന്നത്. സോ ഞാനിവിടെ എഴുതാണ് പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ്സ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ എഴുതും എന്തൊക്കെയാണ്? IA IB എന്ന് പറഞ്ഞാൽ AB ഗ്രൂപ്പാണ്, ദാറ്റ് ഇസ് AB. ഇനി IA I എന്ന് പറഞ്ഞാൽ A ഗ്രൂപ്പാണ്, ദാറ്റ് ഇസ് A. ഇനി IB I എന്ന് പറഞ്ഞാൽ B ഗ്രൂപ്പാണ്, ദാറ്റ് ഇസ് B. ഇനി I എന്ന് പറഞ്ഞാൽ എന്താണ്? O ഗ്രൂപ്പാണ്, ദാറ്റ് ഇസ് O. ഇതൊക്കെയാണ് പോസിബിൾ. ഇനി ക്യാൻ ദേ ഹാവ് എ ചൈൽഡ് വിത്ത് O ബ്ലഡ് ഗ്രൂപ്പ്? യെസ്, ഡെഫിനറ്റ് ആയിട്ട് അവർക്ക് O ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു ചൈൽഡ് ഉണ്ടാവും അല്ലെ. നമ്മളോട് അതിനെ ഒരു ക്രോസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഇതേപോലെ ഒരു ക്രോസ് വെച്ചിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ TH മോർഗൻ ഡ്രോസോഫില മെലനോഗാസ്റ്റർ അഥവാ ഫ്രൂട്ട് ഫ്ലൈനെ തന്നെ ഈ ഒരു എന്താണ് ക്രോമസോമൽ തിയറിയുടെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യാൻ, എക്സ്പെരിമെന്റിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്? വേറെ ആരെയും കിട്ടാഞ്ഞിട്ടാണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത് നമുക്കതിന് കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അതിനെ സെലക്ട് ചെയ്തിട്ടുള്ളത്.
ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അവർ വളരെ സിമ്പിൾ ആയിട്ടുള്ള മീഡിയത്തിൽ വളരുന്ന ആൾക്കാരാണ്. അതായത് ഒരുപാട് ടെക്നിക്കൽ ആയിട്ട് നമ്മൾ വലിയ മീഡിയോ കാര്യങ്ങളൊന്നും അവർക്ക് കൊടുക്കണ്ട. പിന്നെ ദേ കംപ്ലീറ്റ് ദെയർ ലൈഫ് സൈക്കിൾ ഇൻ 2 weeks. അതായത് 2 ആഴ്ച കൊണ്ട് തന്നെ അവർ അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. സോ ഇപ്പം എക്സ്പെരിമെന്റ് ചെയ്തു എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും അല്ലെ. അല്ലാണ്ട് നമ്മൾ ഒരുപാട് നാൾ കാത്തിരുന്നിട്ടൊന്നും അല്ല നമുക്കത് ട്രബിൾ ഷൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ഒരൊറ്റ മീറ്റിംഗിൽ തന്നെ ഒരുപാട് പ്രോജനി ഫ്ലൈസ് ഉണ്ടാവും, ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാവും. സോ ദാറ്റ് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും ആ കേസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ക്ലിയർ ഡിഫറൻസിയേഷൻ ഓഫ് സെക്സസ് ഉണ്ട്. അതായത് മെയിലിനെ ഫീമെയിലിനെ നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ എന്ന് പറയുന്നത്. യെസ്, ക്ലിയർ ഡിഫറൻസിയേഷൻ ഓഫ് സെക്സസ്. അതേപോലെ ഇവർക്ക് ഒരുപാട് ഹെറിഡിറ്ററി വേരിയേഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ വിങ് സൈസ് ആയിക്കോട്ടെ, ഐ കളർ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ജീൻ വെറൈറ്റീസ് ഇവരുടെ കേസിൽ പ്രസന്റ് ആണ്. അതെല്ലാം നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ പോയിന്റ് ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം എന്താണ്, അവരെ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഈസിലി ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും, സിമ്പിൾ മീഡിയത്തിൽ വളർത്താൻ പറ്റും, ലൈഫ് സൈക്കിൾ 2 ആഴ്ച കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. പിന്നെ എന്താണ്, ഒരൊറ്റ മീറ്റിംഗിൽ ഒരുപാട് പ്രോജനീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ഡിഫറൻസിയേഷൻ ഓഫ് സെക്സസ് കൊടുക്കാം. പിന്നെ ഒരുപാട് ഹെറിഡിറ്ററി വേരിയേഷൻസ് ഉണ്ട്. എവിടെ, നമ്മൾ ലോ പവർ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ ഒരുപാട് വേരിയേഷൻസ് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന ഒരു ജീവിയാണ് ഡ്രോസോഫില മെലനോഗസ്റ്റ എന്ന് പറഞ്ഞാൽ. അവ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. ഇതുപോലുള്ള ഇനിയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ അശ്വിൻ സൈനിങ് ഓഫ് ആൻഡ് ബൈ.